ഈ ദിവസത്തെ ചിന്തയ്ക്ക് ഒരു പ്രാർത്ഥനയുടെ പിൻബലമുണ്ടെന്ന് തോന്നുന്നു. അത് എന്നിൽ പൂർത്തീകരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ. അത് സഭയുടെ മുഴുവൻ പ്രാർത്ഥനയാണ്. അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയാവണം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം. മാറാനാത്ത, കർത്താവായ യേശുവേ വരണമേ. ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ക്രിസ്തുമസ്. ഈ മാറാനാത്തയ്ക്ക് ഉത്തരമുണ്ടാവുമോ എന്നത് വർഷങ്ങൾ ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുമ്പോൾ സംശയമാകാം. എന്നാൽ ആ സംശയം വേണ്ട എന്നതിന് വചനം തന്നെ ഉത്തരമാകുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ഇനിയൊരു യഹൂദൻ്റെ ഭക്ഷണമേശ നമ്മുടെ മുന്നിൽ തെളിയട്ടെ. ഭക്ഷണം കഴിഞ്ഞ് ഒരുവൻ എഴുന്നേറ്റു പോകുമ്പോൾ താൻ ഉപയോഗിച്ചിരുന്ന തുവാല മടക്കി ആ പാത്രത്തിന് മുകളിൽ വെച്ചാൽ ഭക്ഷണമേശ വൃത്തിയാക്കുന്നയാൾക്ക് അതൊരടയാളമാണ്. ഈ തുവാല മടക്കി വച്ചിരിക്കുന്ന പാത്രം എടുത്തു മാറ്റരുത്, അയാൾ വീണ്ടും വരും. കർത്താവായ യേശുവേ വീണ്ടും വരണമേ, മാറാനാത്ത എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് അടയാളത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടാണ് യേശു പോയതെങ്കിൽ അവൻ വീണ്ടും വരും. അത് ആരുടെയൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അവർക്ക് കേൾക്കാനാകുന്നത് സ്വർഗത്തിൻ്റെ സംഗീതമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. എ മാറാനാത്ത ചലഞ്ച്. ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ട പ്രാർത്ഥനയുടെ ചലഞ്ച്. കർത്താവായ യേശുവേ വേഗം വരണമേ.